ചാർജിങ് കേബിള്, ഇത് നമുക്ക് കയ്യിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ഇട്ട് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇത് ഡിജിറ്റൽ AI ഗണ്ണ്. ഇതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ട്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. നമ്മൾ ഫസ്റ്റ് ഇത് ചാർജ് ചെയ്യണം. നമുക്ക് C ടൈപ്പ് ചാർജറാണ്. ഇതിൻ്റെ കൂടെ ഒരു കേബിൾ വരുന്നുണ്ട്. നമ്മൾ സാധാരണ മൊബൈൽ യൂസ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിൽ കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്യുക, ഓണാണ്. അപ്പോൾ ചാർജിങ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. മൊബൈലിൽ ബ്രീഡ് ഈസി പറഞ്ഞിട്ട് പ്രോംപ്റ്റിന് നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫസ്റ്റ് വൈഫൈ കണക്ട് ചെയ്യണം, വൈഫൈ ഓൺ ചെയ്യണം. ഇതിൽ GSG CLS ഇതാണ് ഈ ഗണ്ണിൻ്റെ കോഡ്. കണക്റ്റഡ് ആണ്. അതിനുശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അത് നമുക്ക് ക്യാമറയായിട്ടോ വൈഫൈ ക്യാമറയായിട്ടോ ഉപയോഗിക്കാം. ഇത് വൈഫൈ ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നു. ക്യാമറ കണക്റ്റായി. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇത് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഇടുന്ന ഒരു ഷീറ്റ് പോലെ നമ്മൾ ഒരു കവറാണ്, സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ LED ലൈറ്റും അതിൻ്റെ ക്യാമറയും വരുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കൃത്യമായിട്ട് സർവീസിൻ്റെ പോലെ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. ഓക്കെ, നല്ല ക്ലാരിറ്റി ആയിട്ട് കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. വളരെ നമ്മൾ രക്തത്തിലൂടെ കയറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് വജൈനയിലൂടെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്നതാണ്. ഒരു AI ഗണ്ണ് കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ ഷീറ്റ് അതിൽ കവർ ചെയ്ത് ഇടുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഗണ്ണ് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ ഗണ്ണ് ഇടുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിട്ട് ഇതിൽ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഡിജിറ്റൽ AI ഗണ്ണിൻ്റെ പുറമെ ഏകദേശം ഒരു 2-2.5 ഇഞ്ചോളം അത് വീണ്ടും കുറച്ചുകൂടി എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഡിജിറ്റൽ AI ഗണ്ണ് നമുക്ക് ആ സർവീസിൻ്റെ എക്സ്റ്റേണൽ വോയിസ് വരെ എത്തുള്ളൂ. അവിടുന്ന് ഉള്ളിലേക്ക് ഇത് ഗണ്ണ് കയറില്ല. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാധാരണ നോർമൽ AI ഗണ്ണ് കടത്തി വിടാനുള്ള ഒരു ഓപ്ഷൻ ആ ബോഡി ഓഫ് യൂട്രസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതിൽ ഗണ്ണിന് പുറമെ നമുക്ക് വരുന്നത് ഇത് മൊബൈൽ സ്റ്റാൻഡാണ്. നമുക്കിപ്പോൾ മൊബൈൽ ഇതിൽ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഗണ്ണിൽ ഇവിടെ ഫിക്സ് ചെയ്യാം. നമുക്ക് നേരത്തെ അങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കഴുത്തിലൂടെ യൂസ് ചെയ്തിട്ട് കഴുത്തിൽ തൂക്കിയിട്ടിട്ട് ഇവിടെ വെച്ചിട്ട് അങ്ങനെയും നോക്കാം. അതിന് പുറമെ നേരത്തെ ഒരു ഷീറ്റ് കണ്ടില്ല, ഒരു പൗച്ച് ഉണ്ട്, അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് അങ്ങനെയും നോക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാളെടുത്ത് പിടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ ഗണ്ണിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു കവർ ഇടുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ലിക്വിഡ് പാരാഫിൻ യൂസ് ചെയ്യുന്നു, സ്മൂത്തായിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാനിറ്റൈസറാണ്. ഇത് നമുക്ക് ഗണ്ണിൻ്റെ മുകളിലിടുന്ന ഒരു കവറാണ്. അത് 2 എണ്ണം വരുന്നുണ്ട്. ഇത് എന്നിട്ട് സ്ട്രോ കട്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒരു ഡിജിറ്റൽ AI ഗണ്ണ് വരുന്നുണ്ട്, അതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്, പിന്നെ മൊബൈൽ ഹോൾഡർ, അത് 2-3 തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ബ്രാസിൻ്റെ ഒരു AI ഗണ്ണ്, നോർമൽ AI ഗണ്ണ് വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ.